ദൈവമേ നീ എന്നിൽ അനുദിനവും വളരണമേ. ഞാനോ കുറയണമേ. വിശുദ്ധ മത്തായി സുവിശേഷം അധ്യായം 12. അക്കാലത്ത് ഒരു സാബത്തിൽ യേശു ഗോതമ്പ് വയലിലൂടെ കടന്നു പോവുകയായിരുന്നു. അവന്റെ ശിഷ്യന്മാർക്ക് വിശന്നു. അവർ കതിരുകൾ പറിച്ച് തിന്നുവാൻ തുടങ്ങി. ഫരിസേയർ ഇത് കണ്ട് അവനോട് പറഞ്ഞു, നോക്കൂ, സാബത്തിൽ നിഷിദ്ധമായത് നിന്റെ ശിഷ്യന്മാർ ചെയ്യുന്നു. യേശു പറഞ്ഞു, വിശന്നപ്പോൾ ദാവീദും അനുചരന്മാരും എന്താണ് ചെയ്തതെന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലേ? അവർ ദൈവഭവനത്തിൽ പ്രവേശിച്ച് പുരോഹിതന്മാർക്കല്ലാതെ തനിക്കോ സഹചരന്മാർക്കോ ഭക്ഷിക്കുവാൻ അനുവാദമില്ലാത്ത കാഴ്ചയപ്പം ഭക്ഷിച്ചത് എങ്ങനെ? അല്ലെങ്കിൽ സാബത്ത് ദിവസം ദേവാലയത്തിലെ പുരോഹിതന്മാർ സാബത്ത് ലംഘിക്കുകയും അതേസമയം കുറ്റമറ്റവരായിരിക്കുകയും ചെയ്യുന്നത് എങ്ങനെയെന്ന് നിങ്ങളുടെ നിയമത്തിൽ നിങ്ങൾ വായിച്ചിട്ടില്ലേ? എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ദേവാലയത്തേക്കാൾ ശ്രേഷ്ഠമായ ഒന്ന് ഇവിടെയുണ്ട്. ബലിയല്ല, കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ നിങ്ങൾ നിരപരാധരെ കുറ്റം വിധിക്കുമായിരുന്നില്ല. എന്തെന്നാൽ മനുഷ്യപുത്രൻ സാബത്തിൻ്റെയും കർത്താവാണ്. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവത്തിരുസന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ വിശുദ്ധ സാബത്തിന്റെ ആത്മീയത ധ്യാനിക്കാം. പിതാവായ ദൈവം ആകാശവും ഭൂമിയും 6 ദിവസം കൊണ്ട് സൃഷ്ടിക്കുകയും 7-ാം ദിവസം വിശ്രമിക്കുകയും ചെയ്തു. ആ വിശ്രമ ദിവസത്തെ അനുഗ്രഹിച്ച് ആശീർവദിച്ചു. ആ പുണ്യപൂർണമായ ദിനത്തെയാണ് യഹൂദർ സാബത്ത് ദിനമായി ആചരിച്ചിരുന്നത്. ദ ഡേ ഓഫ് ദ ലോർഡ് എന്നാണ് ഈ ദിനത്തെ പറയുക. ഇത് കർത്താവിൻ്റെ ദിവസമാണ്. കർത്താവിൻ്റെ മനസ്സിനൊത്ത് ജീവിക്കേണ്ട ദിവസമാണ്. പ്രാർത്ഥനയുടെ ദിവസമാണ്. ദൈവം സീനായ് മലമുകളിൽ വെച്ച് മോസസിന് കൽപ്പന നൽകുമ്പോൾ 3-ാമത്തെ കൽപ്പനയായി സാബത്ത് ആചരണത്തിന്റെ ആത്മീയത വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. എന്നാൽ ഫരിസേയർ യേശുവിന്റെ ശിഷ്യന്മാരിൽ കുറ്റം കണ്ടെത്തുവാൻ അവരെ സമൂഹമധ്യേ നിയമലംഘകരാക്കി കാണിക്കുവാൻ പരിശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഏറ്റവും നിസ്സാരമായതിനെ ഏറ്റവും വലിയ ദുരന്തമായി, തിന്മയായി പർവ്വതീകരിച്ച് അവരെ കുറ്റപ്പെടുത്തുന്നത്. യേശു അപ്പോൾ ശിഷ്യന്മാർക്ക് വേണ്ടി നിലകൊള്ളുകയാണ്. അവരെ ന്യായീകരിക്കുന്നുണ്ട്. ഒപ്പം അവർ ചെയ്തത് അത്ര മാരകമായ കാര്യമല്ല എന്ന് ഫരിസേയരെ ബോധ്യപ്പെടുത്തുവാൻ പരിശ്രമിക്കുന്നു. യഥാർത്ഥ സാബത്തിന്റെ ലംഘനമെന്ന് പറയുന്നത് ഗോതമ്പ് മണി തിന്നതുകൊണ്ടോ അല്പസമയം വൈകി പ്രാർത്ഥിച്ചതുകൊണ്ടോ സാബത്തിൽ ഏതെങ്കിലും ഒരു നന്മയോ അധ്വാനമോ ചെയ്തതുകൊണ്ടോ നഷ്ടപ്പെട്ടു പോകുന്നതല്ല സാബത്ത്. മറിച്ച് ദൈവത്തിന്റെ മനസ്സിനൊത്ത് ജീവിക്കുന്നതാണ് സാബത്ത് എന്ന് ക്രിസ്തു ഇന്നത്തെ സുവിശേഷത്തിലൂടെ ഓർപ്പെടുത്തുന്നു. ദേവാലയത്തെക്കാൾ പവിത്രമായ ഒന്ന് ഇവിടെയുണ്ട്. അതെന്താണെന്നോ? അത് ക്രിസ്തു തന്നെയാണ്. ബലിയല്ല, കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നതിൻ്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ നിരപരാധരെ കുറ്റം വിധിക്കുമായിരുന്നില്ല. അതായത് ക്രിസ്തുവിനെ വിലമതിക്കുകയും ക്രിസ്തുവിൻ്റെ ചട്ടങ്ങളും പഠനങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് നാം ജീവിതം നയിക്കുകയും ചെയ്താൽ അത് തന്നെ ശ്രേഷ്ഠമായ സാബത്ത് ആചരണമാണ്. കാരണം ക്രിസ്തുവിൻ്റെ പഠനവും ജീവിതവും പ്രവർത്തനവുമെല്ലാം വിശുദ്ധമായ സ്നേഹത്തിൽ അധിഷ്ഠിതമായിരുന്നു. ദൈവം സ്നേഹമാണ്. ആ ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് വിശുദ്ധമായ സ്നേഹമാണ്. അപ്രകാരമുള്ള
ദൈവജനത്തെ അനുഗ്രഹിക്കുകയും ചെയ്യുക. മനുഷ്യപുത്രൻ സാപത്തിൻ്റെയും കർത്താവാണ് എന്ന് യേശു അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുമ്പോൾ വലിയൊരു സ്വർഗീയമായ ഇടപെടൽ നിയമത്തിൻ്റെ മേൽ യേശു പുലർത്തുകയാണ്. നിയമത്തിൻ്റെ പേരിൽ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുമ്പോൾ, ശകാരിക്കുമ്പോൾ, നൊമ്പരപ്പെടുത്തുമ്പോൾ അത് സങ്കടകരമായ ഒരു അനുഭവമായിട്ട് യേശു വ്യാഖ്യാനിക്കുന്നു. സാബത്ത് ലംഘനത്തിൻ്റെ പേരിൽ ആരും കുറ്റപ്പെടുത്തപ്പെടാൻ പാടില്ല എന്ന് യേശു ശാഠ്യം പിടിക്കുകയാണ്. യഥാർത്ഥ സാബത്ത് ലംഘനം മനുഷ്യനെ മനുഷ്യനായി കരുതാതെ, ദൈവത്തിൻ്റെ പദ്ധതികളെ തിരിച്ചറിയാതെ, ദൈവത്തിൻ്റെ മനസ്സിനൊത്ത് ജീവിക്കാതെ, ഭൂമിയിൽ നിയമങ്ങൾക്ക് മാത്രം കീഴ്പ്പെട്ട് ജീവിക്കുന്ന ദുരനുഭവമാണ് എന്ന ഓർപ്പെടുത്തലും ഇന്ന് സുവിശേഷം നൽകുന്നു. നാം കൂടുതൽ ശ്രദ്ധയോടെ നിയമങ്ങൾ പാലിക്കുവാൻ പരിശ്രമിക്കുന്നതോടൊപ്പം സ്നേഹത്തിൻ്റെ നിയമം എല്ലാം അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് അവിടുത്തെ വിശുദ്ധ സാപത്തിൻ്റെ ആത്മീയത ഉൾക്കൊള്ളുവാനും ദൈവത്തിന് നമ്മുടെ ഹൃദയവും മനസ്സും ജീവിതവും സമർപ്പിക്കുവാനും സാധ്യമാകുമ്പോൾ നാം എല്ലാവരും അനുഗ്രഹീതരായി മാറും, സാപത്ത് ആചരിക്കുന്നവരായി മാറും. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ. ദൈവമേ, നീ എന്നിൽ അനുദിനവും വളരണമേ. ഞാനോ